മക്കളെ, ബിഗ് ബോസിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒന്നാം സ്ഥാനം വലിച്ച് മേടിച്ച് പിടിച്ചടക്കുന്ന അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത്. അനുമോൾക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 70,424 വോട്ടുകൾ അനുമോൾ നേടിയെടുത്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്ന അനീഷാണ്. അനീഷിന് വളരെ കുറച്ച് വോട്ട് വ്യത്യാസത്തിലാണ് പുറകിൽ നിൽക്കുന്നത്. അനീഷിന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 69,527 വോട്ടുകൾ അനീഷ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഷാനവാസ് ആണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഷാനവാസ് ജയിക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും മൂന്നാം സ്ഥാനം വെച്ച് ഹാപ്പി ആയിട്ടിരിക്കാം. അങ്ങനെ 67,247 വോട്ടുകളുമായി മൂന്നാം സ്ഥാനം ഷാനവാസ് സ്വന്തമാക്കിയിട്ടുണ്ട്. നാലാം സ്ഥാനത്തോടെ നിൽക്കുന്ന നൂറയാണ്. നൂറയ്ക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 65,656 വോട്ടുകൾ നൂറ സ്വന്തമാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് നൂറിയും നെവിനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം സംഭവിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നെവിന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 64,951 വോട്ടുകൾ നെവിൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആറാം സ്ഥാനം കരസ്ഥമായുള്ള അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 63,342 വോട്ടുകൾ മാത്രമേ അക്ബറിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അക്ബറിന് വലിയ രീതിയിലുള്ള വോട്ട് കുറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഏഴാം സ്ഥാനം കരസ്ഥമാക്കിയുള്ളത് ആദിലാണ്. ആദിലേക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 62,123 വോട്ടുകൾ ആദില സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ച ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഇല്ല എന്നൊക്കെ ഒരു ന്യൂസസ് വരുന്നുണ്ട്. അഥവാ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ ആദിലയായിരിക്കും പുറത്തു പോകുന്നത്. അങ്ങനെ ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അക്ബറും കൂടെ പടിയിറങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ എങ്ങനെ കളിച്ചാലും ആദിലാണ് ഇപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നതും ആദ്യം തന്നെ ഫിനാലെ വീക്കിൽ നിന്ന് പുറത്തു പോയി ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഷെയ്ക്കാനും മേടിച്ച് പോയി ആ സോഫയിൽ ഇരിക്കാൻ പോകുന്നതും ആദില തന്നെയാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഇഷ്ട മത്സരത്തേക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ചെയ്യുന്ന ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞ ആപ്പിൽ മറക്കാണ്ടൊരു വോട്ട് അടിക്കുക. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മത്സരത്തിന് തന്നെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ ഒരു കപ്പടിക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ചെന്നൊന്ന് വോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക. അടുത്ത ബിഗ് ബോസ് വോട്ടുമായിട്ട് വീണ്ടും കാണാം.